നമസ്കാരം. വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെബിനാർ ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ പേര് പ്രവീൺ കിളിമാനൂർ, ചീഫ് അക്കാഡമിക് ഓഫീസർ ഓഫ് പീക്കർ ലേണിംഗ്സ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള PSCയുടെ ജനറൽ പരീക്ഷകളുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരം, അതായത് നമ്മൾ ഈ ജനറൽ പരീക്ഷകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻസ് മിക്കുള്ളപ്പോഴും 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി. അപ്പൊ ഇതില് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് എണ്ണം ലക്ഷങ്ങൾ വരാം. ഇപ്പൊ LD ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LSD സെക്രട്ടറി, ലാസ്റ്റ് ഗ്രേഡ്, ഇങ്ങനെ ഏതൊരു ജനറൽ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ലക്ഷങ്ങളാണ് അപ്ലൈ ചെയ്യുന്നതും ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും. പക്ഷെ നമ്മളൊരു സർക്കാർ ജോലിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ കുറേ തസ്തികകളുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. ഒരുപാട് സാധ്യതകളുള്ള സാങ്കേതിക തസ്തികകൾ ഒത്തിരി ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇത്രയേറെ തീവ്രതയുള്ള ഒരു പരീക്ഷയുടെ പിന്നാലെ നടക്കുന്നത് മൂലം ഒരു പക്ഷേ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ചില ജോലികൾ കിട്ടാത്തൊരവസ്ഥയിലേക്കും പോകുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട് ലൈഫിൽ. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സയൻസ് വിഷയങ്ങളിൽ നമ്മൾ +2 സയൻസ് ആണ്, അതല്ലെങ്കിൽ ചില തസ്തികൾക്ക് നമ്മൾ ഡിഗ്രി ചിലപ്പോൾ സയൻസ് വേണ്ടി വരുന്ന, ഫിസിക്സ്, കെമിസ്ട്രി അത്തരത്തിലുള്ള സബ്ജക്റ്റിൽ വേണ്ടി വരുന്ന തസ്തികകളൊക്കെ ഉണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് PK ലേണിംഗ്സ് ഒരു പുതിയ വിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, PK ലേണിംഗ് സയൻസ് വിങ്. എന്താണ് ഈ സയൻസ് വിങ്ങിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക വിങ്ങായിട്ട് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വിങ് ഹെഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന അധ്യാപിക ഡോക്ടർ ഷിമി ഷറഫാണ്. ഡോക്ടർ ഷിമി ഷറഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലി അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. അതായത് സയൻസ് സബ്ജക്റ്റുകളിൽ നല്ല അവബോധമുള്ള, നല്ല നോളജ് ഉള്ള ഒരാളാണ്. കാരണം നമുക്കറിയാമല്ലോ, എൻട്രൻസ് പരീക്ഷ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോ ആയാലും ഒക്കെ നമ്മൾ കേരള സ്റ്റേറ്റ് എൻട്രൻസ് എക്സാം, നേരത്തെ ഇപ്പൊ നീറ്റാണ്, ഇത്തരത്തിലുള്ള ഒരു വലിയ സയൻസ് സബ്ജക്റ്റ് വലിയ പ്രാധാന്യമുള്ള കേരള സ്റ്റേറ്റ്, അല്ലെങ്കിൽ അന്ന് മാഡമൊക്കെ എനിക്ക് തോന്നുന്നത് അന്ന് കേരള സ്റ്റേറ്റ് എൻട്രൻസ് ആണ്, നീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു എൻട്രൻസ് പരീക്ഷ എഴുതി പാസ്സായി 5 വർഷത്തോളം മെഡിസിൻ ഫീൽഡിൽ അല്ലെങ്കിൽ ആ അക്കാഡമിക് തലത്തിൽ പഠിച്ച് പാസ്സായി അതിനുശേഷം 4-5 വർഷമായിട്ട് ഇത്തരത്തിൽ സയൻസ് വിഷയങ്ങൾക്ക് പ്രാധാന്യമുള്ള തസ്തികകൾക്ക് ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിച്ചും എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിലൊരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഷിമി ഷറഫാണ് PK ലേണിംഗ് സയൻസ് വിങ്ങിന്റെ അക്കാഡമിക് മാനേജറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഷിമി മിസ്സിന്റെ കീഴിലായിരിക്കും സയൻസ് റിലേറ്റഡ് കോഴ്സുകളുടെ മുഴുവൻ എക്സിക്യൂഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ഷിമി മിസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ തസ്തികകളുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ +2 സയൻസ് ആണെങ്കിൽ, ഞാൻ പേഴ്സണലി +2 സയൻസ് കാരനാണ്. ചിലപ്പോൾ ഞാൻ ഡിഗ്രി സയൻസുകാരനല്ല, ഡിഗ്രിയും സയൻസ് ആണെങ്കിൽ വീണ്ടും നമുക്ക് നേട്ടമായി. ഇത്തരത്തിൽ
ഒരുപാട് തസ്തികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഉണ്ട്, ഇപ്പൊ ഡയറി സയൻസിൽ ബിടെക് ആണെങ്കിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ട്, അതുപോലെ സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ CDPO, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ, അതുപോലെ ICDS സൂപ്പർവൈസർ, അതുപോലെ ലാബ് അസിസ്റ്റന്റ്, അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ, ഹെൽത്ത്, ഇങ്ങനെ ഒരുപാട് തസ്തികകളുണ്ട്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്, ഇങ്ങനെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇതില് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല അല്ലേ? ഡയറി ഫാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ തിങ്ക് +2 ബയോളജി ഓർ മാത്സ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഡിഗ്രി വേണം, മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, എനി ഡിഗ്രി, പക്ഷെ +2 ബയോ അല്ലെങ്കിൽ മാത്സ് സ്ട്രീമിലായിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര പേര് ഈ ഒരു യോഗ്യത ഉള്ള എത്ര പേര് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു? അവര് തയ്യാറെടുക്കുന്നത് ലാസ്റ്റ് ഗ്രേഡിനായിരിക്കാം, ചിലപ്പോൾ LD ക്ലർക്കിനായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ LD ക്ലർക്ക് ഒരു ജില്ലയിൽ തന്നെ ലക്ഷങ്ങളോടെ മത്സരിക്കുന്നു. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് 35, മിസ് പറയുന്നത് പോലെ 35 to 70 വരെ പോകുന്ന തസ്തികളുണ്ട്, മനസ്സിലായല്ലോ. പക്ഷെ LD ക്ലർക്ക് നമ്മളിപ്പോഴും 26,500 ആണ് നിൽക്കുന്നത്. പക്ഷെ മത്സരം എത്രയാണ്? അപ്പൊ നമ്മൾക്ക് പലർക്കും ഇത് പറ്റും, വിചാരിച്ചാൽ പറ്റും. പക്ഷെ നമുക്കൊരു ഭീകരമായിട്ടുള്ള വേക്കൻസി ഒന്നും വരത്തില്ല. ഇപ്പോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ അല്ലെങ്കിൽ LD ക്ലർക്ക് പോലും ഒരു ഭീകര വേക്കൻസി ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള വേക്കൻസികൾ പല തസ്തികകളിലും വരുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ്, മനസ്സിലായല്ലോ. നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. അത് അവനവന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മളൊരു തീരുമാനം സ്വയം എടുക്കണം. നമ്മളിപ്പോ മാഡം പറഞ്ഞ കണക്ക് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആകുമ്പോഴത്തേക്ക് അവിടെ +2 ബയോ മാത്സ്, ഒരു ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി കൂടെ നമുക്കുണ്ട്, നമ്മളതിന് ക്വാളിഫൈഡ് ആണ്. ഇത്രയേറെ മത്സരം ഇത് LD ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് ഇത്രയേറെ മത്സരമൊന്നും അതിനില്ല, മനസ്സിലായല്ലോ. നമ്മൾ ചിലപ്പോൾ ഈ സയൻസിന് നല്ല അവബോധമുള്ള ആളുമായിരിക്കും. കാരണം നിങ്ങളിൽ പലരും എൻട്രൻസിനൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ളവരായിരിക്കും, മനസ്സിലായല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ കൊണ്ടത് പറ്റും. അത് നിങ്ങളെ നന്നായി പരിശീലിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഡത്തിന്റെ ആ ഒരു ജേണി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമുക്കറിയാം. മാഡം ഇപ്പൊ ഉറപ്പായിട്ടും മെഡിസിന് പോയ ഒരാളായത് കൊണ്ട് തന്നെ +2 എന്ന് പറയുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും മാഡത്തിനുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് എൻട്രൻസ് പോലുള്ള എക്സാം എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് മെഡിസിൻ മാഡം, അതായത് ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ മാഡം ഹോമിയോ മെഡിസിൻ എന്ന് പറയുന്നത് അതും 5 വർഷം പഠിച്ചതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4-5 വർഷം ഈ മത്സര പരീക്ഷാ മേഖലയിൽ, അതായത് സയൻസ് റിലേറ്റഡ് കോഴ്സുകൾക്ക് കുട്ടികളെ പരിശീലിപ്പിച്ചും കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇദ്ദേഹമാണ് ഈ കോഴ്സ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത്, അക്കാഡമിക് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ കീഴിൽ റെഗുലർ ബാച്ചും ഉണ്ട്, മെന്റർഷിപ്പ് ബാച്ചും പല കോഴ്സുകൾക്കും വരുന്നുണ്ട്. അപ്പൊ പ്രധാനമായി ഈ സയൻസ് റിലേറ്റഡ് സയൻസ് സബ്ജക്റ്റുകൾക്ക് പ്രാമുഖ്യമുള്ള കോഴ്സുകളാണ് നിങ്ങളിലേക്ക് എത്തുക. അതില് ഞങ്ങൾ തുടക്കം എന്നുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ വരുന്ന കോഴ്സുകൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വരുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറാണ്. അതിനോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റന്റ്, അത് ഏത് ലാബ് അസിസ്റ്റന്റ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് അതാത് സമയങ്ങളിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ അങ്ങനെ പോലുള്ള കാര്യങ്ങളെല്ലാം, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഇങ്ങനെയുള്ള തസ്തികളൊക്കെ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കോഴ്സായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതില് നിങ്ങൾക്കൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുടെ കീഴിലൊരു ലോങ് ടേം മെന്റർഷിപ്പ് ഉൾപ്പെടെ വരികയാണ്, മനസ്സിലായല്ലോ. അതായത് ലോങ് ടേം മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PK ലേണേഴ്സ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളിലും വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ കാണും. ഇപ്പോ സയൻസ് എക്സാം, സയൻസ് ഈ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ കാണും, സയൻസ് സ്ട്രീമിൽ തന്നെ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവർ കാണും. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് ഇപ്പോഴേ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ
അവര് ഒരു പക്ഷേ ജനറൽ പരീക്ഷകളിൽ പോയി വർഷങ്ങളായിരിക്കും ചിലപ്പോൾ പാഴികളായിരുന്നു, ചിലപ്പോൾ അത് കിട്ടണമെന്ന് നിർബന്ധവുമില്ല. പക്ഷെ അവരൊരു +2 കഴിഞ്ഞ് കൃത്യമായിട്ട് ഒരു ഷിമി മിസ്സിന്റെ കീഴിലേക്ക് അവർ കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഷിമി മിസ് ഈസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. അങ്ങനെ ഒരു നല്ല പ്രായത്തിൽ ഒരു +2 കഴിഞ്ഞ്, അല്ലെങ്കിൽ +2 സയൻസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഡിഗ്രി സയൻസ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി ഗൈഡ് ചെയ്യും മിസ്. അതാണ് ഇതിലൊരു ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നിങ്ങൾ ഈ സ്ട്രീമിലുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യോഗ്യത ഉള്ള ആളാണ്. നിങ്ങൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10 റാങ്കിനകത്തിനുള്ളിൽ വന്ന് നല്ലൊരു സ്കെയിൽ ഓഫ് പേയിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം മുതൽ തന്നെ നിങ്ങളെ മെന്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് ഞങ്ങൾ ഒരു പ്രത്യേക ബാച്ചും ആരംഭിക്കുകയാണ്, ലോങ് ടേം സയൻസ് കോഴ്സ് ബാച്ച്. അല്ല, അങ്ങനെയല്ല എന്റെ ലോങ് ടേം ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധം കാണത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള കുട്ടികളോ ഒക്കെ നിങ്ങളൊരു പബ്ലിക് സർവന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പല നല്ല മാർഗങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ജനറൽ പരീക്ഷകളുടെ പിറകെ നടന്ന് ചിലപ്പോൾ നമുക്ക് വർഷങ്ങൾ പോകുന്നേക്കാൾ നമുക്ക് നല്ല ഒരു പ്ലാനിങ്, എപ്പോഴും നമുക്ക് ഈ കരിയർ എന്ന് പറയുന്നത് നന്നായി പ്ലാൻ ചെയ്യുന്നവരാണ് വിജയിക്കുക. അതിന് ഒരു സംശയമില്ല. കാരണം എൻ്റെ വീട്ടിൽ അതിൽ വളരെ കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ, അതായത് ഇപ്പൊ എനിക്ക് 2 സിസ്റ്റർമാരാണല്ലോ, ഒരാളെ എനിക്ക് അറിയായിരിക്കും, വീണ മിസ്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഞാൻ കൃത്യമായിട്ട് +2 കഴിഞ്ഞ ഉടനെ കുറച്ച് നാള് ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെന്ററിൽ കൊണ്ടാക്കി. അത് നിങ്ങൾ ആലോചിക്കണം, ആ പ്ലാനിങ് എവിടെ തൊട്ട് തുടങ്ങി എന്നുള്ളത്. കോച്ചിങ് സെന്റർ കൊണ്ടാക്കി. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനറൽ പരീക്ഷകളിൽ ഒരു ജനറൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക. അതായത് ജനറൽ നോളജ് സബ്ജക്റ്റുകളിൽ കുറച്ച് അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് നല്ലൊരു ഓഫ്ലൈൻ കോച്ചിങ് സെന്റർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി എടുപ്പിക്കുകയാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം, എപ്പോഴും പ്ലാനിങ് ആണ്. നമുക്ക് വെൽ പ്ലാനിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വെൽ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടോ, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പ്ലാൻഡ് അല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ വഴിതെറ്റി പല മേഖലയിലേക്ക് പോയി, ജനറൽ പരീക്ഷയുടെ പിറകെ പോയി, ടെക്നിക്കൽ പരീക്ഷയുടെ പിറകെ പോയി, സയൻസിൽ അങ്ങനെ കറങ്ങി അവസാനം നമ്മുടെ സമയം കഴിഞ്ഞ് നമ്മൾ എങ്ങും എത്താതായി പോകും. ഞാൻ പറഞ്ഞു വന്ന എക്സാമ്പിൾ. അപ്പൊ എന്റെ ആ സിസ്റ്ററെ ഞാൻ അതോടൊപ്പം തന്നെ ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് ഇദ്ദേഹം ഈ ഓഫ്ലൈൻ കോച്ചിങ് സെന്ററിൽ പോയി ജനറൽ GK പോലുള്ള, അല്ലെങ്കിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇങ്ങനെ ജനറൽ പരീക്ഷകൾക്ക് ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് അത് അദ്ദേഹം ഡിഗ്രിയും കഴിഞ്ഞു. ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത LP UP എന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തു. മനസ്സിലായല്ലോ? ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, എത്ര വർഷത്തിന് മുന്നിലുള്ള പ്ലാനിങ് ആണ് നമുക്കൊരു കരിയർ കൃത്യമായി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അടുത്ത LP എന്ന് വരുമെന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് TTC ആയി. അത് TTC 2 വർഷം പഠിച്ചു. TTC അവസാനത്തെ സെമ്മിൽ തന്നെ അദ്ദേഹം കേട്ടിട്ട് അതിന്റെ ആവശ്യമുള്ള ഒരു 2-3 എന്തൊക്കെ ഉണ്ടല്ലോ, ഒരു 1, 2, 3, 4 ഒരു ഗ്രേഡ് ഒക്കെ ഉണ്ട് TTC. അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് LP ടീച്ചർമാർക്ക് ഇത്ര, UP ടീച്ചർമാർക്ക് ഇത്ര, ഇങ്ങനെ അതിൽ തന്നെ ആവശ്യമുള്ള കേട്ടിട്ടിന്റെ എല്ലാം ലാസ്റ്റ് സെമ്മിൽ പാസ്സായി. അദ്ദേഹം LP UP പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. അപ്പൊ ഈ പാസ്സായി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത പോലെ നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വന്നു. അപ്ലൈ ചെയ്തു, പഠിച്ചു, എഴുതി. അയാള് ട്രിവാൻഡ്രം LP 70ാമത്തെ റാങ്കും ട്രിവാൻഡ്രം UP 125ാമത്തെ റാങ്കുമാണ്. നിയമനമായിട്ടില്ല, എന്തായാലും ഇത് രണ്ടും നിയമനമാകുന്ന ഒരു റാങ്ക് തന്നെയാണ്. ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ, 3 വർഷം സമയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊരു 3-4 വർഷത്തെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം LD ക്ലർക്കിന്റെ പിറകെയോ ലാസ്റ്റ് ഗ്രേഡിന്റെ പിറകെയോ ഒക്കെ നടന്നിരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ലിസ്റ്റിൽ പോലും വരത്തില്ലായിരുന്നു. കാരണം അത്രയും വലിയ തീവ്രമായ മത്സരമാണ്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾ നോക്കണം. 35 സംതിങ് ആണ് LP UP വരുന്നത്, 26,500 LD ക്ലർക്ക്. മനസ്സിലായ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊരു സെപ്പറേറ്റ് ബാച്ചും കൂടെ ഈ സയൻസ് വിങ്ങിൽ ആരംഭിക്കുകയാണ്. ലോങ് ടേം സയൻസ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ കൃത്യമായി ഷിമി മിസ്സിന്റെ കീഴിൽ മെന്റർ ചെയ്തുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന് അതായത് അപ്പം ഷിമി മിസ്സിന് കൃത്യമായിട്ട് മനസ്സിലാവും ഇദ്ദേഹത്തിന് ഇനി ഏതൊക്കെ എക്സാംസിനാണ് സാധ്യതകൾ. കാരണം ഷിമി മിസ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സയൻസ് സ്ട്രീമിലുള്ള എക്സാംസിനെ കുറിച്ച് എല്ലാം നല്ല ധാരണയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ മെന്റർ ചെയ്ത് ആ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പിച്ച് അതിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് ബാച്ചും വരുന്നുണ്ട്. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ സെപ്പറേറ്റ് ബാച്ച് വരുന്നുണ്ട്, അതിന് തന്നെ മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട്, ലോങ് ടേം സയൻസ് മെന്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ബാച്ചുകളാണ് ഇപ്പൊ നമ്മൾ ഇത് ഓണാക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. അതിന്റെ ബാക്കിൽ ഈ വിങ്ങിൽ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട സയന്റിഫിക് ഓഫീസർ, CDPO, അങ്ങനെ ഇതിപ്പോ എല്ലാം എപ്പോ വരുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ടൈമിൽ ഈ വിങ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക. ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഇത്തരത്തിലുള്ള തസ്തികകളിലെ കോഴ്സുകളെല്ലാം തന്നെ ഈ വിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ആ വിങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കടമയായിരുന്നു പികെ ലേണിംഗ്സിന്റെ ചീഫ് അക്കാഡമിക് ഓഫീസർ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരുന്നു. നിങ്ങൾക്കത് എന്താണ് ഈ സയൻസ് വിങ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്ന കോഴ്സുകളുടെ 1 by 1 ഡീറ്റെയിൽസും ആ കോഴ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്, മിസ് എങ്ങനെയാണ് നിങ്ങളെ അതിൽ ഗൈഡ് ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെയാണ് അത് അതിന് തയ്യാറെടുപ്പിക്കുന്നതൊക്കെ തന്നെ മിസ് ഓരോ 1 by 1 ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിങ്ങൾ ഈ കോഴ്സിലെ, കാരണം പികെ ലേണിംഗ്സ് അറിയാമല്ലോ, നിങ്ങൾ കൃത്യമായിട്ട് ഈ കോഴ്സ് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അത് പികെ ലേണിംഗ്സിന്റെ മുൻ റാങ്ക് ഹോൾഡേഴ്സിന്റെ അടുത്തും ആസ്പിറൻസിനൊക്കെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സയൻസ് വിങ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഞാൻ ഷിമി മിസ്സിലേക്ക് മൈക്ക് കൈമാറുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു 5 മിനിറ്റ് ഇരിക്കാം. നല്ല മാഡം തുടങ്ങിയോ? അപ്പൊ പി കെ സാർ പറഞ്ഞതുപോലെ PK എന്ന് പറഞ്ഞ 2 വാക്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വിശ്വാസ്യത, ആ ഒരു ക്വാളിറ്റി, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ PK ലേണിംഗ് സയൻസ് വിങ് എല്ലാവിധ കോഴ്സസും നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോ കോഴ്സസ് ആയിട്ട് അത് വരുന്ന സമയത്തിനനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെതായ ക്വാളിറ്റി, അതുപോലെ അതിൻ്റെതായ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലുള്ള ക്ലാസ്സസും അതുപോലെ റിവിഷനും MCQ പ്രാക്ടീസും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ നല്ല പാക്കേജ് ആയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വെബിനാറിൽ നമ്മൾ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയാണ് നോട്ടിഫിക്കേഷൻ കാത്തു നിൽക്കുന്ന ഏറ്റവും ഒരു നല്ലൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പൊ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഗസറ്റ്, നോൺ ഗസറ്റ് ആണ്, ഗ്രൂപ്പ് സി. അത് മിസ്സിനെ പറ്റി ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ അപ്പൊ ആ ഒരു സ്കെയില് ഒരു 35 ഗസറ്റഡ് ആ ഡിപ്പാർട്ട്മെന്റിൽ ഗസറ്റ് തുടങ്ങുന്ന ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ശരിക്കും ടെക്നിക്കലുമാണ്, ഫാം ഡ്യൂട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് അത് ഒരു വ്യത്യസ്തമായ ഒരു തലത്തിലാണ് ജോലി ചെയ്യേണ്ടത്. കാരണം 9 to 5 ഒരു ഓഫീസ് ജോബ് മാത്രമല്ല, കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യേണ്ടതാണ്. അപ്പൊ ആ രണ്ടും ഓഫീസ് ജോബുമാണ്, അതുപോലെ തന്നെ ഒരു ഫാം ലെവലിലും കൂടെയുള്ള ഒരു ജോബാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ. അതായത് ഡയറി നമ്മുടെ നാട്ടിന്റെ നട്ടെല്ലാന്ന് ഫാമേഴ്സ്. അപ്പൊ അവരുടെ കൂടെ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരുടെ കൂടെ നമുക്ക് നമ്മുടെ നാട്ടിലെ വൈറ്റ് റെവല്യൂഷന് ഒരു നേതൃത്വം കൊടുക്കേണ്ട ഒരു പോസ്റ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് PK ലേണിംഗ്സ് ഒരു വൈറ്റ് റെവല്യൂഷൻ ബാച്ച് തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ വൈറ്റ് റെവല്യൂഷന് നേതൃത്വം നൽകാനുള്ള ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അങ്ങനെ ഒരു ബാച്ച് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം, എന്താണ് ക്വാളിഫിക്കേഷൻ, ഇതിനെങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, അല്ല വെറുതെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഒരു സിലബസ് എടുത്ത് വെച്ച് ആ സിലബസ് മക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ സാധിക്കില്ല. പക്ഷെ അപ്പൊ എങ്ങനെ പഠിക്കണം നമുക്ക് മനസ്സിലാക്കണം. സ്മാർട്ട് സ്റ്റഡി അത്യാവശ്യമാണ്. ഒരു സിലബസിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അത് പഠിക്കുന്ന രീതി എങ്ങനെയാണ്. വെറുതെ പഠിച്ചാൽ മാത്രം കാര്യമില്ല, റിവിഷൻ ചെയ്യണം. ആ റിവിഷൻ എങ്ങനെയാ റിവിഷൻ നടത്തേണ്ടത്, അതുപോലെ MCQ പ്രാക്ടീസ്, ആ MCQ പ്രാക്ടീസ് സെഷൻ നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ നിങ്ങൾ എങ്ങനെ പരിഹരിക്കണം. അപ്പൊ നിങ്ങളൊരു പരീക്ഷ എഴുതി അതിൽ നിങ്ങളുടെ മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അപ്പൊ ആ മാർക്ക് കുറഞ്ഞത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്കുകൾ പറ്റിയത്, ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി ആ മിസ്റ്റേക്കുകൾ തിരുത്തുന്നതിലൂടെ പിന്നെ ഒരിക്കലും ആ മിസ്റ്റേക്ക് വരില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ്. നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടായിരിക്കണം. ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹാർഡ് കോപ്പി സിലബസ് എടുത്ത് വെക്കുക. അപ്പൊ ആ സിലബസ് എടുത്ത് വെക്കുന്നത് കൂടാതെ ആ ഒരു എക്സാമിന് വന്നിട്ടുള്ള പരമാവധി ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്യുക. അപ്പൊ എന്താ മനസ്സിലാവുക, PSC ഏതൊക്കെ മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാവും.
അപ്പൊ എന്നിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ സിലബസ് എടുക്കുക, ആദ്യം മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങാം. അതല്ല, അത് വളരെ ഒരു മണ്ടത്തരമായ ഒരു കാര്യമാണ്. നമ്മൾ സിലബസ് ഒരു ഹാർഡ് കോപ്പി എടുക്കുക, അതിനുശേഷം പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്താണ് സിലബസിലുള്ളത്, ആ സിലബസ് ഏതെല്ലാം എക്സാമുകളിൽ ഉണ്ടോ ആ എല്ലാ എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കണ്ടെത്തുക. അപ്പൊ എങ്ങനത്തെ രീതിയിലാണ് PSC ചോദ്യം ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയയാണ് കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ പഠനം ആരംഭിക്കാൻ. പഠനം ആരംഭിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സാറ് പറഞ്ഞതുപോലെ ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം നമുക്ക് ഒരിക്കലും ഒരിടത്ത് എത്താൻ സാധിക്കില്ല. ആ സ്വപ്നത്തിന്റെ കൂടെ തന്നെ നമുക്കൊരു പ്ലാനിങ്. താങ്ക് യു സർ. സാറ് പറഞ്ഞതുപോലെ എഫേർട്സ് അത്യാവശ്യമാണ്. നമ്മളിപ്പോ ഒരു ഡ്രീം മാത്രം പോരാ, നമുക്കിപ്പോ ഒരു ഡ്രീമിന്റെ കൂടെ ഒരു എഫേർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെറുതെ ഡ്രീം, ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുവോ? പക്ഷെ സ്വപ്നം കാണണം. വെറുതെ നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഒരിടത്തും എത്തിച്ചേരാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയി എന്ന് നമ്മൾ സ്വന്തം സ്വപ്നം കാണുക. ഞാൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയി, ആ ഒരു ജോലിയിൽ കയറുന്നതും ആ ഒരു രജിസ്റ്ററിൽ ഒപ്പിടുന്നതും അതെല്ലാം നമ്മൾ സ്വപ്നം കാണുക, ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പൊ ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോസ്റ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവുന്ന അവസ്ഥ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന സന്തോഷം നമ്മൾ മുന്നിൽ കാണുക. അപ്പൊ അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പൊ നമ്മൾ പരിശ്രമിക്കണം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള എക്സാമുകൾക്ക് കുറേ വർഷങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും, കറന്റ് അഫയേഴ്സ് വലിച്ചു വാരി പഠിക്കേണ്ടി വരും അല്ലെ. പക്ഷേ ഈ സയൻസ് ബേസ്ഡ് എക്സാമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പറ്റീഷൻ കുറവാണ്. പിന്നെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് തരുന്നുണ്ട്. ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കേസ് എടുത്തോ, നിങ്ങളുടെ സിലബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, ഏറ്റവും മാർക്ക് ഇമ്പോർട്ടന്റ് കൂടുതലുള്ളത് പഠിച്ച് നമുക്ക് പറ്റാത്തതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അതായത് നമുക്ക് മാർക്ക് അത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ്. ഇപ്പൊ കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കണം അത് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഫാക്ട്സ് മഗപ്പ് ചെയ്യാതെ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. ആ പഠിക്കുന്ന കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിച്ച് അതിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കുന്നത്, നിങ്ങൾക്കറിയാം PK ലേണിംഗ്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും റിസൾട്ട് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതേ വിശ്വാസ്യത, അതേ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ് കാണുമ്പോൾ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് അപ്പൊ തന്നെ തറോ ആവുകയാണ്. ആ ഒരു ക്ലാസ് കണ്ടു, കൂടെ നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതുന്നു, കൂടെ നിങ്ങളുടെ കംപ്ലീറ്റ് അത് ക്ലാസ്സിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ സെഷനും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് തറവാണ്. പിന്നെ നമ്മൾ പരീക്ഷകൾ നടത്തിയും റിവിഷൻ നടത്തിയും മെന്റർഷിപ്പ് നടത്തിയും ചിലപ്പോൾ ഡൗൺ ആയി പോവാം. നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ പഠനം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ വരാം. അപ്പൊ നിങ്ങളെ കരകയറ്റി കൊണ്ടുവരാനായിട്ട് മെന്റർഷിപ്പ് അല്ലെ, മോട്ടിവേഷണൽ ക്ലാസ്സസ്, മെന്റർഷിപ്പ് സെഷൻ, റിവിഷന് നിങ്ങളെ സഹായിക്കാൻ പോലും ഞങ്ങൾ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഗൈഡൻസ്, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മുടെ ക്ലാസ്സസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വെബിനാറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാമിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ തരാൻ വേണ്ടിയാണ്. അതായത് ആ ഒരു ജോബ് റോളിനെ പറ്റിയും. ഇനി ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നോട്ടിഫിക്കേഷൻ, മുൻ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ, ഒരു വർഷത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം, എന്താ ക്വാളിഫിക്കേഷൻ നോക്കാം, സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് സ്റ്റഡി സ്ട്രാറ്റജി, അതായത് ഈ ഒരു നമ്മുടെ മുന്നിൽ ഇപ്പോൾ സമയമുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും നോട്ടിഫിക്കേഷൻ പോലും വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലെ. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങുന്നവരാണ് വിജയത്തിലെത്തുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് നാള് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിക്കാൻ തയ്യാറായവ. കാരണം നോട്ടിഫിക്കേഷൻ മുന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് റിവിഷനും അതുപോലെ MCQ സെഷനും ചെയ്യാം. അപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ടായിരിക്കും എക്സാമിന് പോവാ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനും കൺഫർമേഷനും വന്നു കഴിഞ്ഞ് ഈ ഒരു സിലബസും എടുത്തു വെച്ച് ഹറിബറിയിൽ പഠിച്ചാൽ എന്താ പ്രശ്നം പറ്റുക അറിയോ? പഠിക്കുന്നുണ്ട്, നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, സിലബസ് ഹൈലൈറ്റ് ചെയ്യുന്നു, എന്ത് നടക്കുന്നില്ല? അവിടെ റിവിഷൻ ഇല്ല, അവിടെ MCQ പ്രാക്ടീസ് ഇല്ല. അപ്പൊ എന്താ അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്? റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരുന്നില്ല. പക്ഷെ പഠിച്ചോ? നിങ്ങൾ പഠിച്ചു, കുറെ വർഷങ്ങളായി നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ മുൻകൂട്ടി കാണണം. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് പറ്റുന്ന പതിയെ നമുക്ക് സ്ലോ പേസിൽ പഠിച്ചു പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പതിയെ ഓരോ ടോപ്പിക്സും കൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം.
അപ്പൊ അതിനുശേഷം സിലബസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്, MCQ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി റിവിഷന് സമയം ഉണ്ടാവും, MCQ സെഷന് സമയം ഉണ്ടാകും, മോഡൽ എക്സാംസും ഒക്കെ സമയം ഉണ്ടാകും. അപ്പൊ നല്ല രീതിയിൽ വളരെ പ്ലാനിങ്ങോടെ പഠിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷന് മുന്നേ പഠിച്ചു തുടങ്ങണം. അപ്പൊ നമുക്ക് മുൻ വർഷത്തെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം, സിലബസ് നോക്കാം, എന്തൊക്കെയാണ് പൊതുവേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാറുള്ള മിസ്റ്റേക്സ്, പിന്നെ ഇതിലൊക്കെ സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പൊ ഓരോ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്കോറിംഗ് ഏരിയാസ് ഉണ്ടാകും. ഇപ്പൊ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡയറി സയൻസ് ആണ് ഇവിടുത്തെ റാങ്ക് മേക്കിംഗ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. 20 മാർക്ക് വരുന്ന ഡയറി ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ ഇപ്പൊ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ MLT ടോപ്പിക് ആണ് അവിടെ 50 മാർക്സ് MLT ആ. അപ്പൊ ആ 50 മാർക്സ് MLT തറവായിട്ട് വളരെ അത്രയും വെൽ എക്വിപ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമിനേക്കുള്ള നമ്മുടെ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഓരോ എക്സാമിനും അതിൻ്റെതായ സ്കോറിംഗ് ഏരിയാസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നത്, വൈ യു ഷുഡ് ജോയിൻ PK ലേണിംഗ്സ് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ഓഫീസ് റോള് മാത്രമല്ല, ഫാമിലോട്ട് ഇറങ്ങിച്ചെന്ന് ഫാമേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതും ഒരു ഫാം ഡ്യൂട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ഓഫീസ് ഡ്യൂട്ടിയും ഉള്ള ഒരു പോസ്റ്റ് ആണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിന്റെ കരിയർ ഗ്രോത്ത്, പ്രൊമോഷൻ സാധ്യത, പിന്നെ ഇതിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ്. എത്രയാ സാലറി എന്നറിയോ? 35,600 to 75,400. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻ കുറവുള്ള സിലബസ് ഇത്രയും ക്രിസ്പായിട്ട് PSC ഇങ്ങനെ തരുന്ന ഈ ഒരു എക്സാം വിട്ട് കളയണോ? ഇത്രയും സാലറി സ്കെയിലുള്ള ഈ ഒരു പരീക്ഷ +2 സയൻസുകാർ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു മണ്ടത്തരമാണ് അവർ കാണിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ മുൻ വർഷത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 691/2022 ആയിരുന്നു കേട്ടോ. അപ്പൊ നോട്ടിഫിക്കേഷൻ അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. +2 അതിൽ ബയോളജി ഓർ മാത്സ് പഠിച്ചിരിക്കണം. അതിനുശേഷം എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ +2 ബയോളജി ഓർ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പൊ ഏജ് ഗ്രൂപ്പ് ഇപ്പൊ അറിയാം 19 to 40 ഇയേഴ്സ് ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പൊ മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന കാറ്റഗറി നമ്പർ എത്രയായിരുന്നു? 691/2022 ആയിരുന്നു. ഓക്കെ, നോട്ടിഫിക്കേഷൻ 31/12/2022 വന്നു. പരീക്ഷ നടന്നത് 2023 ഡിസംബർ 16 പരീക്ഷ നടന്നത്. ഓക്കെ, അത്ര ടഫ് ഒരു എക്സാം ആയിരുന്നില്ല. മുൻ വർഷത്തെ ചോദ്യപേപ്പർ ചെക്ക് ചെയ്താൽ അറിയാം. ഒരുവിധം പഠിച്ചവർക്കെല്ലാം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അത് മാക്സിമം മാർക്ക് നോക്കിയാൽ മനസ്സിലാകും. 87 മാർക്ക് വരെ നേടിയവരുണ്ട്. കട്ട് ഓഫ് വെറും 63 മാർക്കായിരുന്നു. നിങ്ങൾ +2 പഠിച്ച ടോപ്പിക്സ് അല്ലേ ഉള്ളൂ? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, മാത്സ്. +1 +2 സെയിം സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് എന്താ? ഡയറി സയൻസ് മാത്രം 20 മാർക്കിന്. ഈ ഡയറി സയൻസ് മാത്രം 20 മാർക്കിന് എക്സ്ട്രാ പഠിക്കുകയും മുന്നേ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യുകയും ചെയ്താൽ പോരെ. വേറെ കുറേ പുതിയ കാര്യങ്ങൾ മഗപ്പ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞതുപോലെ സയൻസ് ബേസ്ഡ് എക്സാമുകളെ പറ്റിയുള്ള അവബോധം മിക്കവർക്കും ഇല്ല. ആർക്കൊക്കെ എഴുതാം, എന്തൊക്കെയാ സിലബസ്, എല്ലാവരും ജനറൽ ഡിഗ്രിയിൽ പോകുന്നത് കൊണ്ട് ആർക്കും സയൻസ് ലെവൽ എക്സാമുകളെ പറ്റിയുള്ള ഒരു ധാരണയില്ല. ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് കോമ്പറ്റീഷൻ കുറവുള്ള ഒരു എക്സാമിലൂടെ അല്ലേ. അതും കുറച്ച് നാളുകൾ, കുറേ വർഷങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അപ്പൊ കുറച്ച് മാസങ്ങൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു സയൻസ് ലെവൽ എക്സാമുകളുടെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് റാങ്ക് ലിസ്റ്റ് വന്നു. അതിന്റെ 5/12/2024 റാങ്ക് ലിസ്റ്റ് വന്നത്. 3 വർഷമാണല്ലോ അതിന്റെ സ്റ്റാറ്റസ്. അത് 2027 ഡിസംബർ 4 വരെ നിലനിൽക്കും. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 254 പേരുണ്ടായിരുന്നു. 60 പേർക്കാണ് ഇപ്പൊ അഡ്വൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ജാനുവരി 20 ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റ് ഒരു അടുത്ത വർഷം, അതായത് 2027 ഡിസംബർ 4 എക്സ്പയറി ആവുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഒരു 6 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ പരീക്ഷയും ഉണ്ടാകും. മാക്സിമം പോയാൽ നമ്മുടെ മുന്നിൽ ഒരു 1 ഇയർ ടൈം ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിലബസ് നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്ത് ഈ ഒരു എക്സാമിന് സെറ്റ് ആകാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇനി വൈകിക്കാതെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക.
അപ്പൊ നിങ്ങൾക്ക് മോട്ടിവേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ജോലിയുടെ ആ ഒരു അട്രാക്റ്റീവ്നെസ് മനസ്സിലാക്കി തരാനും ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. +2 സയൻസ് അല്ലെങ്കിൽ +2 ബയോളജി മാത്സ് കഴിഞ്ഞവരാണ്, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാൻ റെഡി ആയിക്കൊള്ളുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സിലബസ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ് ആൻഡ് ഡയറി സയൻസ്. അതിൽ ഫിസിക്സ് 20 മാർക്കിനാണ്. ഓവർവ്യൂ നോക്കാം. 20 മാർക്കിന് ഫിസിക്സ്. അതും ഏത് സബ്ജക്റ്റിൽ നിന്ന് എത്ര മാർക്കിനാണെന്ന് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രി 20 മാർക്കിന്, ബോട്ടണി 10 മാർക്ക്, സുവോളജി 10 മാർക്ക്, മാത്സ് 20 മാർക്ക്, ഡയറി സയൻസ് 20 മാർക്കിന്. ഇങ്ങനെയാണ് ഈ സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സിലബസ് ഇതാ നോക്കിയാൽ എന്താ മനസ്സിലാവുക? ഓരോ ടോപ്പിക്കും തരുന്നുണ്ട്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ 1 മാർക്ക്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 1 മാർക്ക്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീരെ അറിയാത്ത, തീരെ വായിച്ചിട്ടൊന്നും മനസ്സിലാകാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ അറിയുന്ന ടോപ്പിക് മാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പൊ വൈസ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഫിസിക്സ് എടുക്കുക. നിങ്ങൾക്ക് തീരെ പറ്റില്ല, ഇപ്പോ ചിലർക്കൊന്നും ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഭയങ്കര പാടായിരിക്കും, ഇലക്ട്രിക് ചാർജ് തീരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിസം പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? അതൊക്കെ ഒമിറ്റ് ചെയ്യാം. അതൊന്നും പഠിക്കേ വേണ്ട. കാരണം ആ ഒരു മാഗ്നറ്റിസത്തിൽ നിന്ന് 1 മാർക്കിന്. ഇനി നല്ല രീതിയിൽ അതൊക്കെ അറിയുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ചില ക്ലാസ്സസ്, ഈ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഫിസിക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും നിങ്ങൾക്ക് വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നിങ്ങൾക്ക് വൈസ് ഡിസിഷൻ എടുക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പോകുമ്പോൾ അത് തീരെ പറ്റുന്നില്ല എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ വിട്ട്, അവിടെയാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി ഇരിക്കുന്നത്. ആ ഒരു വൈസ് ഡിസിഷനിലാണ്. അണ്ടർസ്റ്റുഡ്? അതായത് കംപ്ലീറ്റ് സിലബസ് പഠിക്കും. ചിലരുടെ വിശ്വാസമാണ് സിലബസ് പഠിക്കണം, കംപ്ലീറ്റ് പഠിക്കണം, അതാണ് അവരുടെ എയിം. റിവിഷനോ ഒന്നുമല്ല, റിവിഷനോ MCQ പ്രാക്ടീസോ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് സിലബസ് കംപ്ലീഷൻ ആകരുത് നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നേടാൻ സാധിക്കില്ല. വൈസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും. ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി വളരെ കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്ന് ഇനി PSC എങ്ങനെയൊക്കെ കറക്കി തിരിച്ച് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇതാണ് ഫിസിക്സിന്റെ കാര്യം. അപ്പൊ ഈ കംപ്ലീറ്റ് സിലബസ് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഓരോന്നിനും നിങ്ങൾക്ക് തന്നെ വൈസ് ആയിട്ട് ഡിസൈഡ് ചെയ്യാം. കെമിസ്ട്രി എടുക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 1 മാർക്ക്, കെമിക്കൽ ബോണ്ടിങ് 1 മാർക്ക്, അതുപോലെ 2 മാർക്കുള്ള ടോപ്പിക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബയോമോളിക്യൂൾസ് 4 മാർക്കാണ്. അത് വിട്ട് കളയരുത്. അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? കെമിസ്ട്രി പഠിക്കുമ്പോൾ മാർക്ക് കൂടുതലുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുക. 4 മാർക്കുള്ളതും 3 മാർക്കുള്ളതും ഒക്കെ പഠിച്ചിട്ട് 1 മാർക്കുള്ളത് അവസാനത്തേക്ക് വെക്കുക. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ പഠിക്കുമ്പോൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സൊല്യൂഷൻസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ബയോമോളിക്യൂൾസ് ആണ് 4 മാർക്കിന്. അപ്പൊ അത് വിട്ട് കളയുന്നത് അബദ്ധമല്ലേ? അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് എന്താ? ഈ ബയോമോളിക്യൂൾസ് എന്നുള്ള 4 മാർക്ക് കളയരുത്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മനസ്സിലാകും. ഡയറി ഫാമിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം ഓരോ ടോപ്പിക്കുകളിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ കൂടുതൽ വന്നത് എന്നുള്ളത്. ബോട്ടണിയിൽ നിന്ന് 10 മാർക്ക്. ഓക്കെ, അതും ഓരോ ടോപ്പിക്ക് പറയുന്നുണ്ട്. ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ +1 +2 നിങ്ങൾ പഠിച്ചില്ലേ, ആ സെയിം സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ബോട്ടണിയിലും വളരെ ക്ലാരിറ്റിയോടുകൂടി ഓരോ ടോപ്പിക്കിലും എത്ര മാർക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സുവോളജി പറയുന്നുണ്ട് 10 മാർക്കാണ്. അത് ഏതിനാ? റീപ്രൊഡക്ഷൻ 1 മാർക്ക്. സുവോളജിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫിസിയോളജിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. ഹ്യൂമൻ ഫിസിയോളജി 3 മാർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എന്താ നോക്കേണ്ടത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി ആ ഇമ്പോർട്ടൻസ് നോക്കി പഠിക്കുക. ഫിസിക്സിന് മാത്രമാണ് എല്ലാത്തിനും 1 മാർക്ക്. അപ്പൊ ഫിസിക്സിന് നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ വിട്ടുകളയാം. ബാക്കി എല്ലാത്തിലും കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സിലൊക്കെ മാർക്ക് കൂടുതലുള്ളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാത്സിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ഒരിക്കലും വിട്ടുകളയരുത്. 4 മാർക്കാണ് സെറ്റിനുള്ളത്. അതിനുശേഷം 3 മാർക്കുള്ളതുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസ്, അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ജോമെട്രിക് പ്രോഗ്രഷൻ ഒക്കെ, മെട്രിക്സ്. ഓക്കെ, അപ്പൊ അതൊന്നും വിട്ടുകളയാൻ പാടില്ല. അതുപോലെ തന്നെ ബാക്കി മാത്സ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് ഇപ്പൊ ഒരു ബ്രേക്ക് വന്നവരെ, +2 ഒക്കെ കഴിഞ്ഞ് കുറെ ആയി, ഡിഗ്രി എടുത്ത് കുറെ വർഷങ്ങളായി, ഇനി നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരടുത്ത് ഇനി നമുക്ക് സമയമുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചു നാൾ മുന്നേ പഠിച്ച കാര്യങ്ങളല്ലേ. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓർമ്മ വരും. അതിന്റെ കൂടെ തന്നെ ഇപ്പോഴേ തുടങ്ങിയാലുള്ള പ്രത്യേകത, നിങ്ങൾക്ക് മാത്സ് ഒക്കെ പതിയെ വർക്ക്ഔട്ട് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷനും വന്ന് കൺഫർമേഷനും വന്നു കഴിഞ്ഞ് മാത്സ് സിലബസ് ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ആകെപ്പാടെ ടെൻഷനായി പോകും. കാരണം മാത്സ് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം വേണം. ബാക്കി പുതിയതായിട്ട് ഡയറി സയൻസ് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ തുടങ്ങാവോ അത്രയും നല്ലത്.
ഓക്കെ, അപ്പൊ നമ്മൾ വെൽ എക്യുപ്ഡ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിൽ കയറി ചെല്ലുന്നത് മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഡയറി സയൻസ് ഇതിന്റെ ഒരു റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഡയറി സയൻസ് ആണ്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡയറി സയൻസിലും മോഡ്യൂളുകൾ തിരിച്ചാണ്. ഒരു 5 മോഡ്യൂളുകളുണ്ട്. അതിൽ 4ാമത്തെയും 5ാമത്തെയും മോഡ്യൂൾ 4 മാർക്കുണ്ട്, 3ാമത്തെ മോഡ്യൂൾ 5 മാർക്കാണ്. പക്ഷെ ഡയറി സയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒന്നും വിട്ട് കളയാതെ പരമാവധി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക, അതിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ പറഞ്ഞതാണ് ഈ സ്കോറിംഗ് ഏരിയാസ്. അതായത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറഞ്ഞത്, 1 മാർക്കാണ് എല്ലാത്തിലും. അപ്പൊ നമ്മൾ വൈസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുക. കെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസ് പഠിക്കുക, അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി നമ്മൾ എന്ത് പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ബോട്ടണിയിലായാലും സുവോളജിയിൽ ഫിസിയോളജി, മാത്സിൽ സെറ്റ്, അതുപോലെ ബോട്ടണിയുടെ കേസിൽ റീപ്രൊഡക്ഷൻ, ബയോടെക്നോളജി, പ്ലാന്റ് ഫിസിയോളജി 2 മാർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് പഠിക്കണം, സ്കോറിംഗ് ഏരിയാസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൂടെ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ആ ഒരു സ്കോറിംഗ് ഏരിയാസ് വളരെ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാൻ പോകുന്നു. അത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആയിക്കോട്ടെ, ഇതൊക്കെയാണ് ഇപ്പൊ സയൻസ് ബേസ്ഡ് എക്സാമിൽ വരാൻ പോകുന്ന പരീക്ഷകൾ. CDPO, ICDS, ഫുഡ് സേഫ്റ്റി ഓഫീസർ, പിന്നെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജൂനിയർ സയന്റിഫിക് ഓഫീസർ, ഇങ്ങനെ നിരവധി തസ്തികകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോ ഇതിനെല്ലാം ഏത് എക്സാം ആയിക്കോട്ടെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ലാപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട്, സിലബസ് ഉണ്ട്, ഫോണിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, നിങ്ങൾ ഒരു ഹാർഡ് കോപ്പി സിലബസ് എടുത്ത് വെക്കുക. എന്തിനാണ് ഈ സിലബസ് എടുത്ത് വെക്കുന്നത്? നിങ്ങൾക്ക് ക്ലാസ്സുകൾ കഴിയുന്നതനുസരിച്ച് അത് അണ്ടർലൈൻ ചെയ്യാം, റിവിഷൻ കഴിയുമ്പോൾ അതൊന്ന് സർക്കിൾ ചെയ്യാം, അതിനുശേഷം സെക്കൻഡ് റൗണ്ട് റിവിഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയാണ് നമുക്ക് സിലബസ് കയ്യിൽ വേണ്ടത്. അല്ലാതെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല. സിലബസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കുക. അത് സ്വയം, ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല എന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ അവർ സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർ നിങ്ങൾക്ക് അതിന് മെന്റേഴ്സ് അതിന് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോബയോളജി ഒരു ടോപ്പിക് ഉണ്ട്. ഈ മൈക്രോബയോളജി വേറെ ഏതെല്ലാം പരീക്ഷകളിൽ വരുന്നുണ്ടെന്ന് നോക്കുക. മൈക്രോബയോളജിസ്റ്റിന്റെ എക്സാമിനുണ്ട്, അതുപോലെ ജൂനിയർ സയന്റിഫിക് ഓഫീസറിലുണ്ട്, ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിലുണ്ട്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മൈക്രോബയോളജി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആകെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ QPYQ നല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ സബ്ജക്ട്സുകൾ, ഇപ്പൊ ഇവിടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കേസ് എടുത്താൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഡയറി സയൻസ്, ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെ പരീക്ഷകളിൽ വരുന്നുണ്ടോ ആ പരീക്ഷകളുടെ എല്ലാം ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്യുക. ഓക്കെ, അതിന് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ സ്വന്തമായിട്ട്, ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ, ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ ആവശ്യമുള്ളത് അത്രയും വൈസ് ആയിട്ട് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് പഠനത്തിന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ഒരു കോച്ചിങ്ങിനാണെങ്കിൽ കോച്ചിങ്ങിലുള്ള മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. PYQ ഡിസ്കഷനിലൂടെയും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പരമാവധി ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്ത് ചോദ്യ പേപ്പറിലൂടെ ഒന്നും പോവുക. ചിലർ വിചാരിക്കും സിലബസ് പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്നും അറിയില്ലല്ലോ, ഇപ്പൊ എനിക്ക് എങ്ങനെ മനസ്സിലാകും, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാല് എല്ലാം ഞാനൊന്ന് പഠിച്ചിട്ട് ഞാൻ തുടങ്ങാം, അങ്ങനെ വിചാരിക്കരുത്. ആദ്യം ചോദ്യം നോക്കുക, ചോദ്യങ്ങൾ നോക്കുക. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യങ്ങളൊക്കെയാണ് വരുന്നത്, അങ്ങനെ ഒരു മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്നൊരു അവബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് പഠനം അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചിട്ടയായിട്ടൊരു ടൈം ടേബിൾ ആണ്. ഒരു ദിവസം നമ്മൾ എന്ത് പഠിക്കും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, വർക്കിംഗ് ഉള്ളവർ അതിനനുസരിച്ചുള്ള അവരുടെ ബാക്കിയുള്ള സമയത്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, അല്ലാത്തവർ അതിനനുസരിച്ച് ബാലികേറ മല പോലെ കുറേ ടോപ്പിക്കുകൾ മഗപ്പ് ചെയ്യാൻ വെക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ടൈം ടേബിളിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അന്നന്ന് പഠിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ റിവൈസ് ചെയ്ത് അന്നന്ന് തന്നെ അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി. ആക്റ്റീവ് റീകോളിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്കുക. കണ്ണടച്ച് വെച്ചിട്ട് ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കുക. അതുപോലെ അതിൽ നിന്ന് ആ ഒരു ടോപ്പിക് കൊടുത്താൽ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പരമാവധി വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ് കാണുന്നു, ഇപ്പൊ യൂട്യൂബിലാണ് ക്ലാസ്സസ് കാണുന്നതെങ്കിൽ ക്ലാസ്സസ് കാണുന്നു, ലെക്ചർ നോട്ട് എഴുതുന്നു, അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ടും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ മേക്കറിന്റെ ആംഗിളിൽ തിങ്ക് ചെയ്യാൻ ശ്രമിക്കും.
അപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന തരത്തിലല്ലേ, അവരെ കൊണ്ട് എഴുതാൻ പറ്റാത്ത തരത്തിലല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അല്ലെ? അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ മേക്കറിന്റെ ആംഗിളിലൂടെ തിങ്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ കറക്കി തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനത്തെ രീതിയിലെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അപ്പൊ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഓരോ സെന്റൻസ് വരുമ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമല്ലോ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് അല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾക്ക് അറിയാതെ ഒമിറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ പോലും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയിൽ വരും. അത് നിങ്ങളുടെ മാർക്സ് ഒരു 10+ കൂട്ടാനാ സഹായിക്കുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. എന്ത് ക്ലാസ് കേൾക്കട്ടെ, ആരുടെ ക്ലാസ്, അതിനുശേഷം അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു MCQ ബുക്ക് വെച്ച് സ്വന്തമായിട്ട് MCQs ഉണ്ടാക്കുക. അപ്പൊ ഫുൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സ്വന്തമായിട്ട് ഒരു MCQ ബുക്ക്, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ ഒരു സ്ലൈഡ് വെറുതെ വായിച്ചു പോകുന്നതിന് പകരം നിങ്ങൾക്ക് അത് വളരെ മനസ്സിലാക്കി പഠിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഇന്ന് കുറേ അങ്ങ് പഠിക്കും, എത്രയോ മണിക്കൂർ, നാളെ ആകുമ്പോഴത്തേക്കും ആ ക്ഷീണത്തിൽ പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെ പാടില്ല, കൺസിസ്റ്റൻസി വേണം. പിന്നെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസി സ്വന്തമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. കോച്ചിങ്ങിനാണെങ്കിൽ നിങ്ങളൊന്ന് താഴ്ന്നു പോകുമ്പോൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനായിട്ട് നമ്മൾ പരീക്ഷകൾ നടത്തി ആർക്കാ മാർക്ക് കുറയുന്നത്, ആരൊക്കെയാ പരീക്ഷ എഴുതാത്തത്, ആ പരീക്ഷ എഴുതാത്തവരെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ പരീക്ഷ എഴുതാത്തവരെ വിളിച്ച് എന്തുകൊണ്ട് എക്സാം എഴുതുന്നില്ല എന്ന് ചോദിച്ച് അവരെ കറക്റ്റായിട്ട് എക്സാം എഴുതണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, അതുപോലെ എക്സാമിന് ശേഷം ഒരു എറർ ലോഗ് ഷീറ്റ് നമ്മൾ, അതായത് അവർക്ക് പറ്റുന്ന എറേഴ്സ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള രീതിയിൽ നമ്മൾ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളായാലും ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാ തെറ്റ് പറ്റിയത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ തെറ്റ് നമുക്ക് എന്തുകൊണ്ട് പറ്റി, ഇനി അത് പറ്റാതിരിക്കാൻ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ ആ തെറ്റ് പിന്നെയും പറ്റില്ല. അല്ലെങ്കിൽ എന്താ പറ്റുക, ഈ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ അടുത്ത എക്സാമിനും വരുത്തും. അപ്പൊ കൺസിസ്റ്റൻസി ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സിന് ഫോക്കസ് കൊടുക്കുക, ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് റിവിഷൻ ഇസ് എ കീ ടു സക്സസ് എന്ന് പറയും. മിയർ സ്റ്റഡി അല്ല. പിറ്റേ ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തലേ ദിവസം പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റിവൈസ് ഓൺ ഫസ്റ്റ് ഡേ, തേർഡ് ഡേ, ഫിഫ്ത്ത് ഡേ എന്ന് പറയും. അതായത് ഇന്ന് പഠിച്ച ഒരു കാര്യം നാളെ രാവിലെ എണീറ്റിട്ട് ധൃതി അടുത്ത പുതിയ കാര്യം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ റിവൈസ് ചെയ്യാൻ മടിയാ. അത് ഞാൻ പഠിച്ചല്ലേ, എനിക്ക് അറിയായിരിക്കും, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ആദ്യം റിവൈസ് ചെയ്യുക. അന്നന്ന് പഠിച്ച കാര്യങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്, അതിൽ എന്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സ്വന്തമായിട്ടൊന്ന് റീകോൾ ചെയ്താൽ നോക്കുക, ഒന്ന് എഴുതി നോക്കുക എനിക്കിതൊക്കെ എന്തൊക്കെയാണ് ഓർമ്മയുള്ളത് എന്നുള്ളത്. പിന്നെ പഠിക്കുമ്പോൾ കൂടുതലും നിമോണിക്സ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് വെച്ച് പോയിന്റുകൾ എഴുതി ലെക്ചർ നോട്ട് എന്നും പറഞ്ഞ് ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അവർ പറയുന്നത് മൊത്തം ഒരു എസ്സേ പോലെ എഴുതുന്നവരുണ്ട്. അത് നിങ്ങൾക്കൊന്നും ഉപകരിക്കില്ല. നിങ്ങൾ ആ ലെക്ചർ നോട്ട്സ് ലെക്ചർ നോട്ട്സ് എഴുതേണ്ടത് എങ്ങനെയാണ്, ക്രിസ്പ് ആൻഡ് ക്ലിയർ, അതായത് ബുള്ളറ്റ് പോയിന്റുകളാക്കി അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടുകൾ മോഡലിൽ എഴുതണം. അപ്പൊ ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതി പിന്നെ നമ്മൾ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ എഴുതാൻ അറിയാത്തവരാണെങ്കിൽ പിന്നെ അതൊന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒരു റിവിഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പിനുള്ള രീതിയിൽ ജസ്റ്റ് ഫ്ലോ ചാർട്ട് മോഡലാക്കി എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് റിവിഷന് സഹായിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു റിവൈസ് ചെയ്യുക എന്നുള്ളത് എവറി നെക്സ്റ്റ് ഡേ, തേർഡ് ഡേ, ഫിഫ്ത്ത് ഡേ. പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും ഏറ്റവും പ്രധാനം പരമാവധി മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം, അത് വളരെ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമിന് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ച കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ പരീക്ഷകൾ എഴുതി നോക്കണം. പിന്നെ പറഞ്ഞു വെറുതെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാണാതെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ രീതിയിൽ PSC മാറ്റി ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ എന്താ വേണ്ടത്, കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കേസ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുക, നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സസ് കണ്ടു നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് നോക്കാം, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കാം. പക്ഷെ പഠിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി പഠിച്ചാലേ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മാക്സിമം MCQs ചെയ്യാൻ ശ്രമിക്കുക. ഇത് മാത്രം മതിയോ? പഠിക്കുക, റിവൈസ് ചെയ്യുക, പരീക്ഷ എഴുതാൻ മാത്രം മതിയോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടന്റ്.
പരീക്ഷ വരുമ്പം ഉറക്കമൊഴിഞ്ഞ് കുറേ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഉറക്കം വളരെ അത്യാവശ്യമാണ്. 6 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് വെരി എസെൻഷ്യൽ. അതുപോലെ ബാലൻസ്ഡ് ആയിട്ട് നല്ല രീതിയിലെ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക എന്നുള്ളത്. ഓക്കെ, അതും പഠനത്തിനൊപ്പം തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ അച്ഛനമ്മമാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കണം. നിങ്ങൾക്കൊരു സ്വപ്നമില്ലേ, സാക്ഷാത്കരിക്കണ്ടേ? എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണ്ടേ? അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇടയ്ക്ക് താഴ്ന്നു പോകുന്ന അവസരങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് ഹോബീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കുറച്ച് സമയം ഹോബീസിനൊക്കെ മാറ്റി വെക്കുക. അതുകൊണ്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി, ഇടയ്ക്ക് പഠിക്കുക, റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക, ഉറക്കം വേണം, അതുപോലെ ഹോബീസ് എല്ലാം വേണം, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിറ്റേ ദിവസവും പഠിക്കാൻ പറ്റും. വളരെ ട്രബിൾസം ആയിട്ട് സ്റ്റഡീസിനെ കാണാതിരിക്കുക. നിങ്ങൾ ആഗ്രഹത്തോടെ പഠിക്കുക. ഓക്കെ, അല്ലാതെ അയ്യോ പരീക്ഷയല്ലേ എങ്ങനെയും പഠിക്കണമല്ലോ ഈ ഒരു ഉദ്ദേശത്തിൽ പഠിക്കരുത്. എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങണം, ഇങ്ങനെ നമ്മളൊരു പഠിത്തം ഇഷ്ടപ്പെട്ട് പഠിക്കാൻ. അപ്പൊ ഒരു വ്യത്യാസമാണ് നിങ്ങൾ പഠിക്കുന്ന രീതിയും ആ രീതി ഒരു വ്യത്യാസപ്പെടുത്തുമ്പോഴോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് പറയും. ഓക്കെ, അടുത്തതായിട്ട് പോമഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുക. അതായത് പോമഡോറോ അറിയായിരിക്കും അല്ലെ? അതായത് ഒരു 25 മിനിറ്റ് പഠിച്ചു, അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ആ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നോക്കലല്ല. റെസ്റ്റ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഒന്ന് പോവാ, പുറത്തൊക്കെ ഒന്ന് പോവാ, നടക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക. മൊബൈല്, TV അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ ഒന്നുമല്ല. അതിനുശേഷം പിന്നെ 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ഗ്യാപ്പ്, അങ്ങനെ ഒരു 4 സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ കാരണം ഒരാളുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ കൂടുതലൊന്നും നിൽക്കില്ല അല്ലെ? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരാൻ തുടങ്ങൂലേ? അപ്പൊ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെയും ആ ഒരു സ്ട്രെയിൻ ചെയ്തിരിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അത് ചിലപ്പോൾ ചിലർക്ക് 25 മിനിറ്റ്സ് ഇരിക്കാം, ചിലർക്ക് 35 മിനിറ്റ്സ് ഇരിക്കുക. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ. അപ്പൊ നിങ്ങൾക്ക് അത് വേരി ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പോമഡോറോ ടെക്നിക്ക് പ്ലാൻ ചെയ്ത് അങ്ങനെ പഠിക്കുന്ന സമയം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുന്ന സമയം ഇതുപോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മെമ്മറി നിലനിർത്താനും അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരുവിധം വരുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നതില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ, ഒരിക്കലും സിലബസ് കംപ്ലീഷൻ നിങ്ങൾ ലക്ഷ്യമിടരുത്. കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്യരുത്. കാണാതെ പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇരിക്കരുത്. പിന്നെ ഭക്ഷണം മിസ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ പ്രോപ്പർ റെസ്റ്റും സ്ലീപ്പും ഇല്ലാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലും പ്രോപ്പർ റിവിഷൻ ഇല്ലാതെ മിയ സ്റ്റഡീസ് മാത്രം ആവരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഇസ് പ്രോപ്പർ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് MCQ പ്രാക്ടീസ് തുടങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇരിക്കരുത്. ഓക്കെ, അപ്പോ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രമാണ് ഈ ഒരു ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ വെറുതെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റ് നേടാൻ സാധിക്കില്ല. കുറെ വർഷങ്ങളായി പഠിക്കുന്നത് മാത്രം മിച്ചം. പക്ഷെ പഠിക്കുമ്പോൾ പ്രോപ്പർ സ്ട്രാറ്റജിയോടെ, പ്രോപ്പർ ടൈം ടേബിളോടെ, പ്രോപ്പർ പ്ലാനിങ്ങോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെ കൊണ്ടും സാധിക്കും. ഓക്കെ, ആരെ കൊണ്ടും സാധിക്കാത്തതായിട്ടില്ല. ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കില്ല. അപ്പൊ ഒരിക്കലും ആർക്കും സാധിക്കും ഒരു ഗവൺമെന്റ് ജോലി നേടാൻ. നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം നമ്മളെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത്. നമ്മൾ തന്നെ സ്വയം സ്വപ്നം കാണണം. എന്നിട്ട് നമ്മൾ എഫേർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാം. ഡ്രീം അതിന്റെ കൂടെ എഫേർട്ടും കൂടി ഇടുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതുവരെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ എന്താ ഓഫർ ചെയ്യാൻ പോകുന്നത്? വാട്ട് വി ആർ ഓഫറിങ്. അപ്പൊ PK എന്ന് പറയുന്ന 2 വാക്കിൽ നിങ്ങൾ ഉറപ്പിച്ച ആ വിശ്വാസ്യത, ആ ഒരു ക്വാളിറ്റിയോട് കൂടി ക്ലാസ്സസ് ഡെലിവർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ നട്ടെല്ലാണല്ലേ ഫാമേഴ്സ് എന്ന് പറയുന്നത്. ബാക്ക് ബോൺ. അപ്പൊ ഈ ഫാമേഴ്സിന്റെ കൂടെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അവരുടെ കൂടെ വർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരുടെ കൂടെ തന്നെ നമ്മുടെ നാടിന്റെ വൈറ്റ് റെവല്യൂഷന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ബാച്ച് എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് വൈറ്റ് റെവല്യൂഷൻ ബാച്ച്. അതായത് PK ലേണിംഗ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് വൈറ്റ് റെവല്യൂഷൻ ബാച്ച് ആണ്. അതായത് വൈറ്റ് റെവല്യൂഷന് നേതൃത്വം നൽകാൻ നമുക്ക് റെഡിയാകാം. അതിന് എന്തൊക്കെയാണ് ഞങ്ങൾ ഡെലിവർ ചെയ്യുന്നത് നിങ്ങൾക്ക്? ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സിലബസ്, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സിലബസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും.
അതിൽ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള ഡയറി ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസിലൂടെ എടുത്തു കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം ലൈവ് വീക്ക്ലി ബ്രീഫിംഗ് സെഷൻസ് ഉണ്ടാകും. നോട്ടുകൾ പ്രിന്റഡ് ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ലൈവ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻസും ഒക്കെ സബ്ജക്ട് വൈസ് റിവിഷനും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസിലൂടെ എടുത്തു കൊടുക്കും. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എക്സാമുകൾ വീക്ക്ലി മന്ത്ലി എക്സാം, ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു മാസം ഏതൊക്കെ സബ്ജക്ട് എടുത്തു അതിനുശേഷം ആ മാസം അവസാനം അതിന്റെ ഒരു റിവിഷൻ നടത്തും. അപ്പൊ ആ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു ആ ഒരു സബ്ജക്റ്റിന്റെ റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ മാസവും അതിന്റെ മോഡൽ എക്സാംസിന്റെ ഡിസ്കഷൻ വീഡിയോ കിട്ടുന്നതായിരിക്കും. വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും. പരീക്ഷ എഴുതി നിങ്ങൾ ആ ഒരു പഠിച്ച കാര്യങ്ങൾ വളരെ തറോ ആയിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്. അതിന് നിങ്ങളെ എക്യുപ്ഡ് ആക്കാൻ ഉള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ റാങ്ക് ലിസ്റ്റ് തരിക മാത്രമല്ല, ഓരോരുത്തർക്കും എല്ലാവരും പരീക്ഷ എഴുതുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പരീക്ഷ എഴുതാത്തവരെ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവുന്നവർ മാത്രം വന്നാൽ മതി. ഓക്കെ, കാരണം 1-to-1 മെന്റർഷിപ്പ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടോ, എഴുതാത്തവരെ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ളതും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച്, അതുപോലെ തന്നെ ആർക്കൊക്കെ മാർക്ക് കൂടുതലുള്ളവരെ മാത്രമല്ല, വളരെ മാർക്ക് കുറഞ്ഞിട്ട് നല്ല മാർക്ക് കൂടുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകും റാങ്ക് ലിസ്റ്റിൽ. അങ്ങനെയുള്ളവരെയും നമ്മൾ ഓരോരുത്തർക്കും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും, ഓരോരുത്തരിലും. അതുപോലെ എല്ലാ കുട്ടികളിലും എറർ ലോഗ് ഷീറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ പരീക്ഷയിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്ത് മിസ്റ്റേക്കാണ് നിങ്ങൾ വരുത്തിയത്, അത് നിങ്ങൾ എന്തുകൊണ്ട് വരുത്തി, അത് ആ മിസ്റ്റേക്ക് തിരുത്താൻ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർമുല തെറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, ഒരു സില്ലി മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ മിസ്റ്റേക്ക് ആയിരുന്നു, നിങ്ങൾ ഇങ്ങനെയാ വിചാരിച്ചത്, ഇൻക്രീസാ വിചാരിച്ചത് ഡിക്രീസ് ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഇപ്പുറത്തത് നോട്ട് ചെയ്ത് തരണം. അപ്പൊ അതെല്ലാവരും അവരവരുടെ മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ അതിൽ വരുന്ന അഡ്വാൻറ്റേജ്, ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കില്ല. ഓക്കെ, അതിനുവേണ്ടി ഇങ്ങനെ ഒരു എറർ ലോഗ് ഷീറ്റും നമ്മൾ തരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ മനസ്സിലാക്കി, നമ്മുടെ ലൈഫിലായാലും നമുക്ക് പറ്റുന്ന തെറ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമ്മൾ പിന്നെ ആ തെറ്റ് ലൈഫിൽ വരാതിരിക്കുള്ളൂ. അതുപോലെ പരീക്ഷയിൽ നമ്മൾ വരുന്ന തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. തെറ്റുകൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ പിന്നെ നമുക്കൊരിക്കലും ആ തെറ്റുകൾ സംഭവിക്കാതിരിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള മെന്റേഴ്സ് നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കമ്പൈൻഡ് സ്റ്റഡിക്ക് സഹായിക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഴ്ചയിൽ 3 ദിവസങ്ങളായിരിക്കും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് പതിയെ പഠിച്ചു പോവാം. നമ്മുടെ മുന്നിൽ സമയമുണ്ട്. നമുക്ക് പതിയെ വളരെ തറവായിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പഠിച്ചു പോവാം. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ റീകോളിംഗ് ഡേ, നിങ്ങൾക്ക് റിവിഷൻ നടത്താം. വ്യാഴവും വെള്ളി ആവുമ്പോഴത്തേക്ക് ആ റിവിഷന് നിങ്ങളെ സഹായിക്കാനും ഞങ്ങൾ എത്തുന്നുണ്ട്. ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രീഫ് സെഷനിലൂടെ, ലൈവ് ബ്രീഫിംഗ് സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ലൈവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങൾ, ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളത്, അതിൽ നിങ്ങൾക്ക് റിവിഷന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ റിവിഷന് നിങ്ങളെ സഹായിക്കാനും ഞങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആഴ്ചത്തെ കാര്യം പഠിച്ചു, റിവിഷൻ നടത്തി, ഇനി നിങ്ങളുടെ ഊഴമാണ്. ശനിയാഴ്ച നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. അപ്പൊ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ എക്സാമിന്റെ കംപ്ലീറ്റ് PDF, ആൻസർ, റിലേറ്റഡ് ഫാക്ട്സ് അടക്കമുള്ള PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചകളിലും പതിയെ നമ്മൾ ആ സിലബസ് വളരെ തറവായിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും. ഒരു മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സബ്ജക്റ്റിലും എന്തെല്ലാം പഠിച്ചു അതിന്റെ ഒരു റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും. അതിനെ ഒന്ന് റിവിഷൻ നടത്താൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നില്ല, ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ 1-to-1 സെഷൻ ഉണ്ടായിരിക്കും. മോട്ടിവേഷണൽ സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ എല്ലാ മാസാവസാനം മോഡൽ എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സബ്ജക്ട് വൈസ് റിവിഷനും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആരംഭിക്കുന്ന ബാച്ച് ഞാൻ പറഞ്ഞതുപോലെ ഡയറി ഫാമിന്റെ വൈറ്റ് റെവല്യൂഷൻ ബാച്ച് ആണ്. വൈറ്റ് റെവല്യൂഷൻ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ജൂൺ മാസം 15-ാം തീയതി ആയിരിക്കും വൈറ്റ് റെവല്യൂഷൻ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഫീസ് വരുന്നത് 4,999 ആണ്. ഓക്കെ, ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് നിങ്ങളുടെ മിസ്റ്റേക്സ് വരുന്നത്, ആ പഠന കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്,
പിന്നെ എന്താണ് നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ എന്നുള്ളതും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നിങ്ങൾ വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾ ഒരു നിങ്ങളെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും, എല്ലാ മെന്റർഷിപ്പും, എല്ലാ ക്ലാസ്സസും നല്ല രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യാൻ, വളരെ ക്വാളിറ്റിയോടുകൂടി നല്ല രീതിയിൽ ഡെലിവർ ചെയ്ത് നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. താങ്ക്